തിരക്കായിരുന്നോ? ഒന്നും പറയണ്ട. ഹാൻഡ് ഓവർ ഇറങ്ങാൻ നേരത്തെ ഒരു എമർജൻസി വന്നു, അതുകൊണ്ട് നേരത്തെ ഇറങ്ങാൻ പറ്റിയില്ല. നീ പോയി കുളിച്ച് റെഡി ആയിട്ട് വാ. ഞാൻ പിള്ളേർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട്. പിള്ളേരെ എണീറ്റോ? അവര് എഴുന്നേറ്റു. ഹായ് മമ്മി. പിള്ളേരെ വേഗം പോയി റെഡിയാക്കി, പള്ളി പോവാൻ സമയമായി. Honeygill inside the circle saving one. This is Danny away from the strike. Darwin should finish it off. And there's another dot. നിങ്ങൾ ആരും ഇതുവരെ ഒരുങ്ങിയില്ലേ? ടിവിയും ഫോണിലും ഇരിക്കുവാണോ? പള്ളി പോ സമയമായി, ഒന്ന് എണീക്ക്. ഡൈജക്കുട്ടാ, ആരാ ഫോണിൽ നിന്ന് നോക്കിയേ? ജേക്കബ് അങ്കിളാ. ഓക്കെ, ഒന്ന് തന്നെ. ഓക്കെ, മോമ്പൊക്കെ കേട്ടോ. മോമ്പൊക്കെ ഫസ്റ്റ് ഞാൻ നിങ്ങളോട് സംസാരിച്ചോളാം. ഹലോ ജേക്കബേട്ടാ. സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഞങ്ങള് ഇങ്ങനെ കുർബാനയ്ക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മോന്റെ ഗോഡ്സിന്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ 10:30 നമ്മളൊരു സെലിബ്രേഷൻ ചെയ്യാന്ന് വിചാരിച്ചിരിക്കാം. ഓ, എല്ലാവരും വരണം. അപ്പൊ നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചതാ. ഓക്കെ, 10:30 അടുത്ത ഞായറാഴ്ച 10:30. ഓക്കെ ഓക്കെ, കുർബാനയുടെ സമയമാണ്. അത് സാറില്ല, ഞങ്ങള് എല്ലാവരും വരാം. ഡൈജോനൊക്കെ ഒത്തിരി സന്തോഷമാവും. അത് ഗോഡ്സിനും അത് വലിയൊരു വാശിയാണ്. നിങ്ങൾ എല്ലാവരും വേണം എന്നുള്ളതാണ്. കുഴപ്പമില്ല ജേക്കബേട്ടാ, ഞങ്ങളെല്ലാം വരാം. ഞാനും സീറ്റിയും പിള്ളേരെല്ലാവരും ഉണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു ജേക്കബേട്ടാ. ഓക്കെ, ശരി. നടക്കട്ടെ. സ്വീറ്റി, നമ്മുടെ ജേക്കബേട്ടൻ വിളിച്ചിരുന്നു. അതില് കുട്ടികളെ ജേക്കബേട്ടൻ വിളിച്ച് നമുക്ക് അടുത്ത ഞായറാഴ്ച കൊച്ചിന്റെ ഗോഡ്സിന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞും പോയി വരാന്ന്, നമ്മളെല്ലാരും കൂടി വരാന്ന്. എന്തായാലും സമയവും വൈകി, നമുക്ക് പെട്ടെന്ന് പള്ളി പോവാം. ശരിക്കും ഈ കഥയിൽ ആർക്കെങ്കിലും നീതി നിഷേധിക്കപ്പെട്ടോ? പെട്ടെന്ന് നമുക്ക് തോന്നും നീതിയല്ല. 12 അല്ലെങ്കിൽ 11 മണിക്കൂർ പോകാനും 1 മണിക്കൂർ പോകാനും ഒരേ കൂലി കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ നീതി നിഷേധിക്കപ്പെട്ടിട്ടില്ല. ചിലർക്ക് നീതിയായി കിട്ടിയത് മറ്റു ചിലർക്ക് കരുണയായി കിട്ടി. നീതിയും കരുണയും വ്യത്യാസമുണ്ട്. നീതി എന്ന് പറഞ്ഞാൽ അർഹിക്കുന്നത് നൽകുന്നതാണ്. 1 മണിക്കൂർ നമുക്ക് അർഹിക്കുന്നത് തന്നെ കൊടുക്കുന്നത്. കാരണം കരാറയാണ്. ഒരു ദിനാറയാണ് ദിവസത്തിന്റെ കൂടി. വിശേഷങ്ങളൊക്കെ കുറച്ചുപേര് താമസിക്കുന്ന സംശയമുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ പെരുന്നാളും കാര്യങ്ങളൊക്കെ? നന്നായിരുന്നുണ്ടോ? എന്നപ്പം ശരി, എനിക്ക് സിമ്പിളി ഉണ്ടോ പിള്ളേരെ ഒന്ന് കണ്ട് കാറ്റഗറീസ് കൊടുക്കാനായി ചോദിച്ചോ. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ പാട്ട് പാടാം. ഇത് പാടിക്കോ. Today we will be discussing about the worshipping community. നമ്മള് ലാസ്റ്റ് സൺഡേ നമ്മുടെ പെരുന്നാളായിരുന്നു അല്ലേ? പെരുന്നാൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പെരുന്നാളൊക്കെ? How was the പെരുന്നാൾ? Good. Did you enjoy it well? Yes. Okay. Oh, what? Why do we celebrate Perunnal? Why do you celebrate Perunnal? Oh, good question. The saints are the one who lived according to the word of God. That is mean they followed Jesus in their life. So when we celebrate the feast of that saints, we are called to follow their life. Okay? Good question. Yeah. I think you are learning all these things because you are continuously coming into the
catechism classes. So, see you next Sunday. I think all of you will come next Sunday, okay? Oh, what play you? I cannot come next Sunday You cannot come next Sunday, why? because it's my friend's birthday celebration. Actually, do you want to come next Sunday? Yes, Father, but as well I want to go to my friend's birthday. Okay, I will talk with your parents and we will sort it, okay? Thank you, Father. Thank you. Thank you. Thank you. Thank you, അപ്പോൾ ജെൻറ്റിനെ അച്ഛൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാര്യം ഇതാണ്. നമ്മുടെ ഞായറാഴ്ച മറ്റ് കാര്യങ്ങളൊക്കെ വേണ്ടി പോയി ഞായറാഴ്ച വേദപാഠം കുർബാന ഇതൊക്കെ മുടക്കി കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരുടെ വിശ്വാസത്തെ തന്നെ അത് വർദ്ധിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കളൊക്കെ നമുക്ക് ഈ ഞായറാഴ്ച ആചരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നും പഠിപ്പിച്ച് നമ്മളെ കൊണ്ടുപോയൊക്കെ ഉള്ള നമ്മൾ വിശ്വാസം ഒന്ന് പരിശീലിപ്പിച്ച് അപ്പോൾ സഭയുടെ കൽപ്പനയും പാരമ്പര്യമൊക്കെ അത് തന്നെയുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി മാറ്റി വയ്ക്കപ്പെട്ട ദിവസമാണ് ഞായറാഴ്ച എന്നുള്ളതിൻ്റെ ആ ഒരു വലിയൊരു ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടിട്ട് അങ്ങനെയൊന്ന് കുർബാന മുടക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട്. അച്ഛാ അത് പറഞ്ഞ് അത് ശരിയാണ് അച്ഛൻ. ഞങ്ങൾ ഈ ജീവിതത്തിൻ്റെ ഈ തിരക്ക് കാരണം പലപ്പോഴും ഇത്രയും കാര്യങ്ങളൊന്നും ഞങ്ങൾ ശ്രദ്ധ വയ്ക്കാൻ പറ്റാറില്ല. പക്ഷെ ഇനിയുള്ള സമയത്ത് ദൈവത്തിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന സമയം അച്ഛാ. ഞങ്ങളെല്ലാവരും സ്വീറ്റി നമുക്കെല്ലാവർക്കും നമുക്ക് ഞായറാഴ്ച കുർബാനയ്ക്ക് വരാനും ഞങ്ങളെല്ലാത്തിനും ശ്രമിക്കും അച്ഛാ. ഇനിയുള്ള കാര്യം അപ്പോൾ നീയൊക്കെ ഇല്ല. അപ്പോൾ അടുത്ത സൺഡേയും നമുക്ക് വേദപാഠവും കുർബാനയും ഒക്കെ മുടക്കാതെ വരാൻ പറ്റും കേട്ടോ. ഓക്കെ, ഗുഡ്. അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഞാനൊന്ന് മീറ്റിങ്ങിന് പോകണം. ഓക്കെ, ശരിയാ, ഇന്ന് അച്ഛൻ പറഞ്ഞത് സത്യമുള്ള കാര്യമാണ്. നമുക്ക് ജേക്കബേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാം. പറ്റാണെങ്കിൽ നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് നോക്കാലോ. ഹലോ, ഇത് രശ്മി അല്ലേ? അതെ എടി, ഇത് സ്വീറ്റിയാ. സ്വീറ്റി, പറ സ്വീറ്റി. നിങ്ങൾ ഇന്ന് പള്ളി കണ്ടില്ലല്ലോ, നിങ്ങൾ ഇവിടെ ഇല്ലേ? ഞാനും മോളും വീട്ടിലുണ്ട്. ജേക്കബേട്ടൻ ഗോഡ്സിനെ കൊണ്ട് ഫുട്ബോൾ പ്രാക്ടീസിന് പോയേക്കുവാ, ഇപ്പൊ വരും. ഓക്കെ, ഞങ്ങളെ ഇവിടുന്ന് പള്ളിയിൽ നിന്ന് ഇപ്പൊ ഇറങ്ങാൻ പോവാണേ. ഞങ്ങൾ അവിടെ ഒന്ന് വന്നോട്ടെ? അതിനെന്താ, നോ പ്രോബ്ലം, മോസ്റ്റ് വെൽക്കം. നിങ്ങൾ ഉണ്ടാവില്ലേ വീട്ടിലപ്പോ? ഉണ്ടാവും. ഓക്കെ, എന്നാ കാണാട്ടോ. ഓക്കെ, എന്നാ കാണാം. ശരി, എന്നാ ഓക്കെ, ബൈ. ഓക്കെ, ബൈ. നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് നമുക്ക് പോവാം. നിങ്ങളായിരുന്നു? ഞാൻ വിചാരിച്ചു ജെന്റിന്റെ ഫാമിലി ആയിരിക്കുന്നു. അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു, അവരിങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഇന്ന് പള്ളി കണ്ടില്ലല്ലോ ജേക്കബേട്ട? ഫുട്ബോൾ കളി ഉണ്ടായിരുന്നു, കുറച്ചു നേരം കളിയും കണ്ടിരുന്നു, പിന്നെ സമയമില്ല. അവൻ കളിയൊക്കെ കഴിഞ്ഞപ്പോ വന്നിട്ടേ ഉള്ളൂ. ഗോഡ്സൺ എന്തിനു? ഗോഡ്സൺ, ജേക്കബേട്ട, ഞങ്ങൾ വന്നതിന്റെ ഒരു കാര്യം പറയാനായിരുന്നു. ഇന്ന് പള്ളിയിൽ അച്ഛനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ഈ കാറ്റഗിസത്തിന്റെ സമയത്തും ഈ കുർബാനയുടെ സമയത്തൊക്കെ നമുക്ക് ഈ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഇങ്ങനെയൊക്കെ വെച്ച് കഴിയുമ്പോൾ പിള്ളേർക്ക് പള്ളിയിൽ പോകാനുള്ള അവസരം നഷ്ടം. അപ്പൊ നമുക്ക് അടുത്ത ഞായറാഴ്ച ഗോഡ്സന്റെ ബർത്ത്ഡേ ആണല്ലോ, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ കുറച്ച് ഒരു അപ്പൊ നിങ്ങളില്ലാതെ ഒരു ആഘോഷം ബുദ്ധിമുട്ട് പിടിച്ച പരിപാടി. നമുക്ക് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എന്നാ നമുക്ക് വൈകുന്നേരം ആക്കിയല്ലോ ബർത്ത്ഡേ പാർട്ടി. അതെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുർബാനയും നഷ്ടപ്പെടില്ല, ബർത്ത്ഡേയും നടക്കും. Matthew chapter 19 verse 14, Jesus said, "Let the children come to me and do not stop them, because the kingdom of heaven belongs to such as these." ദൈവം തന്നിരിക്കുന്ന മക്കളെ നമ്മൾ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുക.